Hi all, welcome to AICT. AICTയിലൂടെ ഫ്രീ കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് ഓൺലൈൻ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നും പ്രൊജക്ട് മാനേജ്മെന്റ് എന്നും നിങ്ങൾക്കറിയാമോ? നോക്കാം ഈ വീഡിയോയിലൂടെ. വെൽക്കം ടു AICT, ആസ്ട്രാക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു പ്രൊജക്റ്റിലെ ഡിസൈൻ, പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ്, ക്യാഷ് ഫ്ലോ, മെറ്റീരിയൽസ് ഫ്ലോ, വർക്ക് പ്രോഗ്രസ് അപ്ഡേറ്റിംഗ്, മോണിറ്ററിംഗ്, കോസ്റ്റ് കൺട്രോളിംഗ് ആൻഡ് ക്ലയന്റ് ഡീലിംഗ്സ് ഇവയെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിലെ ഹെഡ് ആയിരിക്കും പ്രൊജക്ട് മാനേജർ. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഒരു പ്രൊജക്റ്റിലെ വർക്ക് ആക്ടിവിറ്റി സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ഈ ടീമിലെ ഹെഡ് ആയിരിക്കും കൺസ്ട്രക്ഷൻ മാനേജർ. പ്രൊജക്ട് മാനേജ്മെന്റും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റും ഒരു റിയൽ പ്രൊജക്റ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത് മാനേജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് മാനേജ്മെന്റിന് ഏതൊരു കമ്പനിയിലും നല്ലൊരു സാധ്യതയാണ് ഒരു എഞ്ചിനീയർക്ക്. ഇനി ഒരു കമ്പനി അല്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു മേഖലയാണ് ഈ പ്രൊജക്ട് മാനേജ്മെന്റ്. അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് മാത്രമല്ല, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റും കൂടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഡിസൈൻ ആയിരിക്കും. അതിൻ്റെ ഡിസൈൻ ടീം ചെയ്തോളും. അതിനുശേഷം പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്. ഇന്ന് പ്ലാനിങ് എഞ്ചിനീയേഴ്സിനൊക്കെ നല്ല തൊഴിലവസരങ്ങളാണ് സൗദിയിലും ദുബായിലും മറ്റു GCC കൺട്രീസുകളിലെല്ലാം ഉള്ളത്. പ്ലാനിങ് എഞ്ചിനീയർ പ്രൈമവര P6 അല്ലെങ്കിൽ MS പ്രൊജക്ട് എന്നീ സോഫ്റ്റ്വെയറുകളാണ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിനെ ബ്രേക്ക് ചെയ്ത് ഓരോ ഓരോ ആക്ടിവിറ്റി ബ്രേക്ക് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വരിക എന്നുള്ളതാണ്. ഇതിലേക്ക് നല്ലൊരു ഇൻപുട്ട് നമ്മൾ നല്ല സ്റ്റഡി ചെയ്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്കതിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നല്ലൊരു റിസൾട്ടായിരിക്കും. അതിൽ കിട്ടുന്നതാണ് നമുക്ക് ഹിസ്റ്റോഗ്രാം, ബഡ്ജറ്റ്, മെറ്റീരിയൽസ് ഫ്ലോ, ക്യാഷ് ഫ്ലോ എന്നീ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാനിങ്ങിൽ കിട്ടും. നമ്മളൊരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഒരിക്കലും ഈ പ്രൈമവേര സോഫ്റ്റ്വെയർ പഠിക്കുക അതല്ലെങ്കിൽ MS പ്രൊജക്റ്റ് പഠിക്കുക എന്നുള്ളതല്ല നോക്കേണ്ടത്. കൂടുതലായിട്ട് നമ്മൾ എന്താണ് അതിൽ റിയലായിട്ട് നടക്കുന്നത്, അതിൻ്റെ തിയറി പഠിക്കുക. അതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. നമ്മൾ പറഞ്ഞതിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് നല്ല രീതിയിലാവണം എന്നുള്ളത്. അതുകൊണ്ട് എന്തെല്ലാമാണ് ആ ഇൻപുട്ട്, അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ തിയറി പഠിച്ചതിന് ശേഷം മാത്രമേ സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം എന്താവും, നമ്മൾ ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു MS പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രൈമവേരയോ മറ്റേത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് അതിൽ ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് നമുക്ക് അതിൽ ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും കിട്ടും. ഈ ഇൻപുട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ അറിഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് അതിന് ആവശ്യമായ ഡാറ്റാസും കാര്യങ്ങളും എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. തിയററ്റിക്കലി നമ്മൾ എഴുതി വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിലെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാനിങ്ങിൽ ഒരു ആക്ടിവിറ്റി വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിലൊരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാവും. നമ്മളൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ പാത്തിനായിരിക്കും. ഈ ക്രിട്ടിക്കൽ പാത്തിന് ഒരു ഡിലേയും വരാൻ പാടില്ല. ആ ഡിലേ ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഒരു ബഡ്ജറ്റഡ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ വേരിയേഷൻ വരിക. അതുകൊണ്ട് പ്രോജക്റ്റ് മാനേജ്മെന്റ് ടീം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ പാത്തിലായിരിക്കും. ഈ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുറേ ഡാറ്റാസ് അല്ലേ. അപ്പം നമ്മൾ ഈ ഡാറ്റയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത് നോക്കാം. അതായത് ഈ ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടുന്നതാണ് മെറ്റീരിയൽസ് ഫ്ലോ ഡീറ്റെയിൽസ് എന്നുള്ളത്. അതായത് നമുക്ക് ഏതെല്ലാം വർക്കിന് ഏതെല്ലാം മെറ്റീരിയൽസ് ഏതെല്ലാം സമയത്ത് വേണം എന്നുള്ളത്. ഈ മെറ്റീരിയൽസ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ക്യാഷ് ഫ്ലോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷീറ്റും കൂടെ കിട്ടും. അതായത് ഏതെല്ലാം നമുക്ക് ഒരു ദിവസം എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അത് വീക്കിലി, മന്ത്ലി, ഇയർലി ഒക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ എത്ര മാൻ പവർ വേണം ഒരു വർക്കിന്, ഈ ഒരു വർക്ക് അതിന് എത്ര മാൻ പവർ കൊണ്ടാണ് നമ്മൾ ആ വർക്ക് തീർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താവും ഒരു ബഡ്ജറ്റഡ് കോസ്റ്റ് കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ബഡ്ജറ്റഡ് കോസ്റ്റ് വെച്ചിട്ടാണ് നമുക്ക്
കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് അത് മറ്റൊരു ടീമാണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ ടീമിന് നമ്മൾ പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. നമുക്ക് ഇത്രയാണ് ബഡ്ജറ്റ് ഉള്ളത്, അതിന് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്, അതിൽ തീർക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് തന്നെ മുഴുവനാക്കാം. ഇതിൽ ഈ മെറ്റീരിയൽസ് ഫ്ലോൻ്റെ നമുക്ക് ചാർട്ട് കിട്ടും. ഈ ഡീറ്റെയിൽസ് അവർ പ്രൊക്യൂർമെന്റ് ടീമിനായിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് ഞങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസിന്റെ ഡാറ്റ ഇതാണ്, ഷീറ്റ് ഇതാണ്, ഞങ്ങൾക്ക് ഇതിലുള്ള സാധനങ്ങൾ ഇന്ന ഡേറ്റിന് എത്തണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും അവരതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. നമുക്ക് ചില മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമുക്ക് 2 days മതിയോ, നമുക്ക് ഓർഡർ കൊടുത്ത് 2 ദിവസം കൊണ്ട് എത്തുന്നുണ്ടാവും. പക്ഷെ ചില മെറ്റീരിയൽസ് നമുക്ക് ലോക്കലായിട്ട് അവൈലബിൾ ഉണ്ടാവില്ല, ചിലപ്പോൾ മറ്റു കൺട്രീസിൽ നിന്നായിരിക്കും വരുന്നത്. ഒരു 4 months 6 months മുന്നേ നമ്മൾ ഓർഡർ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊക്യൂർമെന്റ് ടീമായിരിക്കും. അതും പ്രൊക്യൂർമെന്റ് ടീമായിരിക്കും എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എല്ലാം കൊടുക്കുന്നത്, എത്രയാണ് റേറ്റ് വരിക എന്നുള്ളത്. സബ് കോൺട്രാക്ടേഴ്സിനെ കണ്ടെത്തുന്നതൊക്കെ ഈ ഒരു പ്രൊക്യൂർമെന്റ് ടീമായിരിക്കും. എത്രയാണ് ഒരു ബഡ്ജറ്റഡ് കോസ്റ്റ് ഉണ്ട്, ആ ഒരു ബഡ്ജറ്റിന് പറ്റിയ സബ് കോൺട്രാക്ടേഴ്സിനെ കണ്ടെത്തുക. അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ റേറ്റ് എടുക്കുന്നത് ഡിഫറെന്റ് സപ്ലയേഴ്സ് ഉണ്ടാവും. എല്ലാ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്ത് അതിനെല്ലാം ഒരു മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണ് അത് അനാലിസിസ് ചെയ്ത് തിരിച്ച് നമ്മൾ അങ്ങോട്ടൊരു ഓഫറാണ് കൊടുക്കാറുള്ളത്. അതിനൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നതും അതിനൊരു എക്സൽ ഷീറ്റും ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും വീഡിയോകളിലൂടെ നമുക്ക് അതെല്ലാം പഠിക്കാം. ഈ മെറ്റീരിയൽസ് ടൈമിന് ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു 2 ടീമായിട്ട്, ഒന്ന് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റും ഒന്ന് പ്രൊജക്ട് മാനേജ്മെന്റും. സാധാരണ എല്ലാ സൈറ്റുകളിലും കാണുന്നത് ഇവർ തമ്മിൽ അടിയായിരിക്കും. എന്തിന്? അതായത് ഒരു പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിനോട് പറയും, നിങ്ങൾ ഓൺ ടൈമിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ഡെലിവറി ചെയ്തിട്ടില്ല, അതുകൊണ്ട് വർക്ക് ഡിലേ ആയി. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ എല്ലാ സൈറ്റിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ടൈമിൽ നമ്മൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന്റെ സെയിം ഉത്തരവാദിത്തമാണ് ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് അപ്രൂവ് ആവണം. അതായത് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇത് ചെക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ ആവണം. അവർ നമ്മൾ പ്രൊജക്റ്റിൽ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ടാവും, ഇന്ന മെറ്റീരിയൽസ് ആണ്, ഇന്ന ഡാറ്റാസ് എല്ലാം വേണം. അതും വളരെ വലിയൊരു പ്രൊസീജിയറാണ്. നമ്മളൊരു മെറ്റീരിയൽസ് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് കാറ്റലോഗ്, അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അപ്രൂവ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് മുൻകൂട്ടി കണ്ട് ഈ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീം അതിനെല്ലാം കുറച്ച് സ്റ്റഡി ചെയ്ത് ഓൺ ടൈമിന് നമ്മൾ അതെല്ലാം പ്രൊസീഡ് ചെയ്താൽ മാത്രമേ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്ലയന്റിന് നമുക്ക് പറഞ്ഞ ടൈമിൽ ഈ ഒരു പ്രൊജക്റ്റ് ഡെലിവറി ചെയ്യാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള ഡാറ്റകളെല്ലാം ഈ ഒരു പ്ലാനിങ്ങിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വർക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാണ്ട്, നമ്മൾ ഈ ഒരു കോസ്റ്റ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ആണുള്ളത്. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ടീം വേറെ സ്റ്റഡി ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. അതായത് ഇവരായിരിക്കും ഈ പർച്ചേസിംഗ് എല്ലാം പറഞ്ഞില്ല, അതുപോലെ തന്നെ മെഷീനറി ഒക്കെ ഇവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായ കുറച്ച് മെഷീനറീസ് എടുത്തു, JCBയോ ക്രെയിനോ ബൂം ട്രക്ക് അങ്ങനത്തെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡ്യൂറേഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു JCBയുടെ വർക്ക്, എക്സ്കവേഷൻ്റെ വർക്ക് നമുക്ക് 1 month ആണുള്ളത്. അതായത് 30 ദിവസം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10 hours ആണ് നമുക്ക് വർക്കിംഗ് അവർ ഉള്ളത്. നമ്മൾ ഈ ഒരു JCB റെന്റിന് എടുക്കുമ്പോൾ ഇതിന് മന്ത്ലി ആയിരിക്കും നമ്മൾ റെന്റ് കൊടുക്കുക. നമ്മൾ എന്തായാലും ഒരു ദിവസം 10 hour ആണ് വർക്ക് ചെയ്യുന്നത്. ഈ 30 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 30 ദിവസത്തിനുള്ള എമൗണ്ട് കൊടുക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഒരു 30 ദിവസം എന്നുള്ളത് 15 ദിവസം നമുക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ദിവസത്തെ റെന്റ് കൊടുത്താൽ പോരെ. അത് കമ്പനിക്ക് വളരെ ഒരു ലാഭമല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു വർക്കിംഗ് അവർ കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രൈവർക്ക് ഓവർ ടൈം കൊടുക്കേണ്ടി വരും, അതല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഇട്ടിട്ട് വേറെ ടീമിന് ഇട്ടിട്ട് നൈറ്റും വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്യൂറേഷൻ ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് ഒരു മാസം, അതായത് 300 മണിക്കൂർ എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം 24 hours 2 ഷിഫ്റ്റ് ഇട്ട് 2 ടീമിന് ഇട്ടു. ഒരു ദിവസം 20 മണിക്കൂർ 300 ആയിരിക്കണം 20, അതായത് 15 ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷ് ആവും. അത് കമ്പനിക്ക് വളരെ ലാഭകരമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം മാൻ പവറിൻ്റെ കേസ് ഉണ്ടാവും. ഒരു വർക്ക് നമ്മൾ ഒരു ദിവസം 10 മണിക്കൂറാണ് ചെയ്യുന്നത്. ഒരു മാൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാൻ പവറിൻ്റെ ഒരു വർക്കിന് നമുക്ക് ഒരിക്കലും കോസ്റ്റ് നമുക്ക് കുറക്കാൻ കഴിയില്ല.
ഒരു എക്സാമ്പിളായിട്ട് പ്രൊഡക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് പറയാം. ഒരു ദിവസം ഒരു പ്ലെയിൻ ഏരിയ പ്ലാസ്റ്റർ ചെയ്യുക എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 20 m² ആണ് എന്ന് കൂട്ടിക്കോളൂ. എക്സാമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് 80 m² ആണ്. അതായത് ആ ഒരാൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 20 m², 80/20 = 4 ഡേയ്സുമാണ്. അയാൾ ഓവർ ടൈം കാര്യങ്ങളും ചെയ്തുകൊണ്ട് അത് 2 ദിവസം കൊണ്ട് തീർക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനിക്ക് ലാഭമാണ്. എങ്ങനെ? ഈ ഒരു ലേബറിന്റെ അക്കോമഡേഷൻ, ഫുഡ്, വെള്ളം, അതുപോലെ തന്നെ ഇവരുടെ ട്രാൻസ്പോർട്ടേഷന്, ഇതെല്ലാം ഒരു ദിവസം നമുക്ക് കുറഞ്ഞു കിട്ടുകയാണ്. പ്രൊജക്ട് മാനേജ്മെന്റ് ടീം ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റഡി ചെയ്ത് കമ്പനിക്ക് ഏത് രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഒരു വർക്ക് ക്വാളിറ്റിയിൽ ഓൺ ടൈമിന് എങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പഠിച്ചുകൊണ്ട് സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു പക്ഷേ ഈ ഒരു പ്ലാനിങ് എഞ്ചിനീയർ ഷെഡ്യൂൾ ചെയ്യുന്നത് നമുക്ക് സൈറ്റിൽ അത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. സൈറ്റ് കണ്ടീഷൻ കാരണം, മേ ബി ക്ലൈമറ്റോ അതല്ലെങ്കിൽ സേഫ്റ്റി, ലൊക്കേഷൻ, വേറെ ലൊക്കേഷനിലായിരിക്കും വർക്ക് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള കേസിലൊന്നും നമുക്കിത് ഈ തിയററ്റിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയലുണ്ടാവില്ല. അതൊക്കെ മാനേജ് ചെയ്യുക കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീമാണ്. അതുപോലെ തന്നെ ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിലാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ വർക്ക് അപ്ഡേറ്റ്, അത് ആ ഒരു ഡാറ്റ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീമിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. എല്ലാ ദിവസവും എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇവർ ഈ ഒരു പ്രോജക്റ്റിൽ ഈ പ്രൈമവേര സോഫ്റ്റ്വെയറിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വർക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഈ വർക്ക് മോണിറ്റർ ചെയ്ത് അത് ട്രാക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും വർക്കിൻ്റെ ഡീറ്റെയിൽസ്. എന്നിട്ട് നമ്മളത് വിലയിരുത്തും. ഈ പ്രോജക്റ്റ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, എന്ത് മോഡിഫിക്കേഷനാണ് വർക്കിന് വരുത്തേണ്ടത്, എന്തുകൊണ്ടാണ് കോസ്റ്റ് കൂടിയത്, കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പലതും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടേ നിൽക്കും. അതായത് ഒരു പ്രോജക്റ്റിൽ നമ്മളിപ്പോൾ പറയുന്നത് ഒരു കോൺക്രീറ്റ് 10 m³ കോൺക്രീറ്റ് ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷെ സൈറ്റിൽ 11 m³ നമ്മൾ വരുത്തേണ്ടി വരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് വേസ്റ്റേജ് ഉണ്ടാവാൻ, ചിലപ്പോൾ നമ്മൾ കരുതുന്ന മാതിരി തിയററ്റിക്കലായിട്ടുള്ളത് നമുക്ക് സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതെല്ലാം നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ റിക്വസ്റ്റ് കൊടുക്കും, അതിനനുസരിച്ചുള്ള ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുക. ഈ പ്രോജക്റ്റ് മാനേജ്മെന്റ് ടീം ഇത് മോണിറ്റർ ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ ടീമിനോടായിരിക്കും ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്തുകൊണ്ടാണ് 10 m³ ആണുള്ളത്, എന്തുകൊണ്ട് 11? അപ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യും അതെങ്ങനെ വേസ്റ്റേജ് കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന്റെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇവർ ഡ്രോയിങ് വെച്ചിട്ട് ആക്ച്വലായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വേരിയേഷൻസും അതേമാതിരി വേസ്റ്റേജും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷേ സൈറ്റിൽ നമുക്ക് അത് അത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് മോണിറ്ററിങ്ങും ട്രാക്കിങ്ങും അത് അപ്ഡേറ്റും ചെയ്ത് അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ നിൽക്കും. എന്നിട്ട് ഇൻ കേസ് നമ്മൾ എക്സീഡ് ആയിട്ടുള്ള പ്രോജക്റ്റിന്റെ ഇതുവരെ എത്ര കോസ്റ്റായി, നമുക്ക് EVM എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, എൻഡ് വാല്യൂ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പൊ എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് ഒരു പ്രോജക്റ്റിന്, ഇനി ആ കോസ്റ്റ് എത്രത്തോളം വരെ വരാം എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ ആക്ച്വൽ കോസ്റ്റ് വെച്ചിട്ടൊക്കെ. ഇത്തരം കാര്യങ്ങളാണ് പ്രോജക്ട് മാനേജ്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രോജക്ട് മാനേജ്മെന്റ് നിങ്ങൾ PPM എന്ന് കേട്ടിട്ടുണ്ടോ? പ്രോജക്ട് മാനേജ്മെന്റ് പ്രൊഫഷൻ. അതൊരു സർട്ടിഫിക്കേഷൻ ആണ്. അതിനെല്ലാം കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ആണ് ആവശ്യമുള്ളത്. ഇത്തരത്തിൽ PMP ഉള്ള എഞ്ചിനീയേഴ്സിനൊക്കെ ഇന്ന് GCC കൺട്രീസിലെല്ലാം നല്ല തൊഴിലവസരങ്ങളുണ്ട്, നല്ല സാലറിയോട് കൂടി. ഇനി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുണ്ടാക്കിയ ഡാറ്റകളെല്ലാം വെച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ ടീമിന് ടാർഗറ്റ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. ഈ കൺസ്ട്രക്ഷൻ ടീമിന്റെ ഹെഡായിരിക്കും കൺസ്ട്രക്ഷൻ മാനേജർ എന്നുള്ളത്. ഈ ഒരു ടീമിലെ മറ്റു മെമ്പേഴ്സാണ് സിവിൽ കോർഡിനേറ്റർ, സൈറ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ, അസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ മാനേജർ, സീനിയർ കൺസ്ട്രക്ഷൻ മാനേജർ എന്നിവയെല്ലാം ഇവരൊരു ടീമായി വർക്ക് ചെയ്ത് സൈറ്റിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുക. ഈ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. വളരെയധികം റിസ്ക് ഉള്ളതാണ് സൈറ്റിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഓൺ ടൈമിന് മെറ്റീരിയൽസ് കിട്ടണം, മെഷീനറി കിട്ടണം, മാൻ പവർ വേണം. ഈ പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഈ സൈറ്റ് കണ്ടീഷൻ, ക്ലൈമറ്റ് കണ്ടീഷൻ, മെത്തേഡ് ഓഫ് വർക്ക് കാര്യങ്ങളൊക്കെ. ഈ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീം വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവർക്കുള്ള ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാനായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതല്ലാതെ പ്രൊജക്റ്റിന്റെ കോസ്റ്റ് എന്നുള്ള കാര്യം അത്രത്തോളം നോക്കാറുണ്ടാവില്ല ഈ ഒരു സൈറ്റ് എഞ്ചിനീയേഴ്സോ കാര്യങ്ങളോ. അവർക്ക് പ്രഷർ കാരണം വേഗം വർക്ക് തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ കൺസ്ട്രക്ഷൻ മാനേജർ ഇതെല്ലാം
ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ഈ കൺസ്ട്രക്ഷൻ മാനേജർ എല്ലാം കറക്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഈ കൺസ്ട്രക്ഷൻ മാനേജർ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം. അതായത് ഒരു സൈറ്റ് എഞ്ചിനീയർ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്തു, അപ്പോൾ ഇത് മോണിറ്റർ ചെയ്തു, ഇത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കൂടുതലാണ്, അപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജർ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഇന്ന മെത്തേഡ് വേണ്ട, വേറൊരു മെത്തേഡിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക, അതിന് ഇത്ര മാൻ പവർ മാത്രം മതി. അവരായിരിക്കും കൺസ്ട്രക്ഷൻ മാനേജർ ആയിരിക്കും അവർ ലീഡ് ചെയ്തുകൊണ്ട് അത് പല പല മെത്തേഡിലാക്കി എങ്ങനെയാണ് കോസ്റ്റ് കുറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് സൈറ്റ് എഞ്ചിനീയർ ഇത്തരത്തിലുള്ള ഡാറ്റകളെല്ലാം എടുത്തുകൊണ്ട് കൺസ്ട്രക്ഷൻ മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. കൺസ്ട്രക്ഷൻ മാനേജർ അത് ഫോർവേഡ് ചെയ്തുകൊണ്ട് പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന് അത് ഫോർവേഡ് ചെയ്യും. അവരാണ് പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീം വളരെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് GCCയിലൊക്കെ കണ്ടുവന്നിട്ടുള്ളത് സേഫ്റ്റി എന്നുള്ളത്. ക്ലയന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടന്റിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും സേഫ്റ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഒരു സിവിൽ എഞ്ചിനീയർ ആ സൈറ്റ് സിവിൽ എഞ്ചിനീയർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണോ അതിനെക്കുറിച്ച് നല്ല സ്റ്റഡി ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്താണ്, അത് കറക്റ്റായിട്ട് സൈറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമുക്കൊരു വർക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം സൈറ്റിലെടുത്ത് തന്നെ നമ്മൾ തലേന്ന് ഒരു നാളെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് ലേബേഴ്സ് എല്ലാം നമ്മുടെ സൈറ്റിലെത്തി പിന്നെ വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. വർക്ക് ഡിലേ ആയി കഴിയും, നമ്മൾ കരുതുന്ന മാതിരി വർക്ക് തീരില്ല. അതായത് ലേബേഴ്സ് സ്റ്റാൻഡ് ബൈ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. സ്റ്റാൻഡ് ബൈ ആയിരിക്കും, വർക്ക് അവിടെ നടക്കൂല. വൈകുന്നേരം നമ്മൾ വർക്ക് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അതിൽ വർക്കിലൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു ക്വാണ്ടിറ്റിയോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടുണ്ടാവില്ല. അതൊന്ന് വളരെയധികം എഞ്ചിനീയേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി, നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തെല്ലാം ടൂൾസാണ് മെഷീനറി. ഇന്ന് GCC കൺട്രീസിൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നാളെ ചെയ്യുന്ന വർക്കിൻ്റെ പെർമിറ്റ്, അവിടെ വർക്ക് പെർമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ എന്താണോ നാളെ ചെയ്യാൻ പോകുന്നത് എന്ന വർക്ക് നമ്മൾ സേഫ്റ്റി ഇൻഫോം ചെയ്ത് അവരെ കയ്യിൽ നിന്ന് നമുക്ക് പേപ്പറും കാര്യങ്ങളെല്ലാം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്പെക്ഷൻസ് കാര്യങ്ങളെല്ലാം തീരണം, എങ്കിൽ മാത്രമാണ് നമുക്ക് അത് അവിടെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവിടെ നിൽക്കുന്ന ഏതാണോ സേഫ്റ്റി ഓഫീസർ അയാളോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, ഇതാണ് ഞങ്ങളെ വർക്ക്, എനിക്ക് ചെക്ക് ലിസ്റ്റ് വേണം, എന്തെല്ലാമാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തെല്ലാം ക്ലിയർ ആക്കണം എന്നുള്ളത് അവരെ കയ്യിൽ നിന്ന് മേടിക്കുക. അപ്പോൾ നാളെ അവർ ഇൻസ്പെക്ഷന് വേണ്ടി വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, സാർ എന്നെ ചെക്ക് ലിസ്റ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്, ഇതിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇന്നത് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് സേഫ്റ്റി ആയിട്ട് അവർ സേഫ്റ്റി എത്തും, അവർ പറയുന്ന റിക്വയർമെന്റ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അവർ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇതും നമുക്ക് കമ്പനിക്ക് വളരെയധികം ഒരു നഷ്ടമായിട്ട് ഉണ്ടാവുന്നത് കണ്ടിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഈ സേഫ്റ്റിയുടെ സൈഡ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഫാസ്റ്റ് ആക്കുക, മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ചെയ്യുന്നത്. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, ഏതൊരു എഞ്ചിനീയറിംഗ് മേഖലയിൽ സിവിലോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ മറ്റ് എഞ്ചിനീയറിംഗ് മേഖലയിലും ഒരുപോലെയാണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് മാത്രം വ്യത്യാസമായിട്ടുള്ളത്, അതായത് ഓരോ വർക്കും വ്യത്യാസമായിരിക്കും. ഇലക്ട്രിക്കൽ വർക്കാവുമ്പോൾ നമുക്കതിൻ്റെ കേബിൾ ഇൻസ്റ്റാളേഷനോ ലൈനോ അത്തരത്തിൽ ഉള്ളതായിരിക്കും. ഒരു സിവിലാവുമ്പോൾ കോൺക്രീറ്റ് വർക്കും, മെക്കാനിക്കൽ ആവുമ്പോൾ പൈപ്പ് ലൈനോ അതല്ലെങ്കിൽ മോട്ടോർ ഇൻസ്റ്റാളേഷനോ അത്തരത്തിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് മാത്രമാണ്. പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഉള്ളിൽ നടക്കുന്നത് എല്ലാ എഞ്ചിനീയറിംഗിനും ഒരുപോലെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന്റെ കോഴ്സ് വരുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല എല്ലാ എഞ്ചിനീയർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മുന്നോട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം.